കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. നീക്കം രജിസ്ട്രാർ വീണ്ടും ചുമതലയേറ്റതിൽ വി.സി. സിസ തോമസ് വിശദീകരണം ചോദിച്ചതിന് പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ വിശദീകരണം നൽകിയില്ല. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന സിൻഡിക്കേറ്റും ഇല്ലെന്ന് താൽക്കാലിക ചുമതലയുള്ള വി.സി. സിസ തോമസും ഹൈക്കോടതിയെ അറിയിക്കും. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കും. വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രജിസ്ട്രാർ വീണ്ടും ചുമതലയേറ്റതിൽ ജോയിന്റ് രജിസ്ട്രാർ രാവിലെ വിശദീകരണം നൽകണമെന്ന് സിസ തോമസ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. വിഷയത്തിൽ വി.സിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള പോര് ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാർത്തിക, ഇപ്പോഴും കേരള സർവകലാശാലയിൽ വി.സിയും രജിസ്ട്രാറും തമ്മിലുള്ളൊരു പോര് മുറുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാർ താൽക്കാലിക വി.സി ആയിട്ടുള്ള സിസ തോമസിന് കഴിഞ്ഞ ദിവസം ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരുന്നു. ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒരു കോൺഗ്രസ് നേതാവും വലിയ രീതിയിലുള്ളൊരു ഭൂരിപക്ഷ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. ആ നടപടിയിലാണ് ഇന്ന് സിസ തോമസ്, താൽക്കാലിക വി.സി ആയിട്ടുള്ള സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറിനോട് വിശദീകരണം ചോദിച്ചത്. ഇന്ന് ഏകദേശം 9 മണിയോടുകൂടി വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. 2 ആഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകാനായി 2 ആഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് നൽകാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി ഹരികുമാർ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തോടുകൂടി ഈ ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ വിശദീകരണം നൽകുന്നതിനുള്ള സമയം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. സിസ തോമസ് താൽക്കാലിക വി.സി ആണ്. നാളത്തോടുകൂടി, അതായത് 8-ാം തീയതിയോടുകൂടി സിസ തോമസിന്റെ ഈ താൽക്കാലിക വി.സി ചുമതലയിൽ നിന്നും സിസ തോമസിന്റെ കാലാവധി കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ നാളത്തോടുകൂടി കഴിയുന്ന ഘട്ടത്തിൽ സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ വി.സി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. നാളത്തോടുകൂടി സിസ തോമസിന്റെ കാലാവധി കഴിയുന്നത് കൂടി തന്നെ ഈ സിസ തോമസ് ആണോ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുക, അതിന് മുൻപായി വി.സി ജോയിന്റ് രജിസ്ട്രാറായ പി ഹരികുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഹർജി, രജിസ്ട്രാർ നൽകിയിട്ടുള്ള ഹർജി പിൻവലിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിൻവലിക്കുമെന്നാണ് രജിസ്ട്രാർ ആയിട്ടുള്ള കെ.എസ്. അനിൽകുമാർ അറിയിച്ചത്. അതേസമയം ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി നിയമപരമല്ല, ആ സസ്പെൻഷൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്നാണ് താൽക്കാലിക വി.സി ആയിട്ടുള്ള സിസ തോമസ് അറിയിച്ചത്. ഏതായാലും സിസ തോമസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. 2 ചേരികളിലായിട്ട് സിൻഡിക്കേറ്റും വി.സിയും 2 തട്ടുകളിൽ നിന്നുകൊണ്ടാണ് ഈ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുക. സിസ തോമസിന് സ്വന്തമായി, വി.സിക്ക് സ്വന്തമായി അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലമടക്കം വി.സി കോടതിയിൽ സമർപ്പിക്കുക. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഈ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. അനിൽകുമാറിന്റെ സസ്പെൻഷൻ യോഗം റദ്ദാക്കിയിരുന്നു. ഈ സിസ തോമസ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഈ ഇടത് നേതാക്കൾ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഭൂരിപക്ഷ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു താൽക്കാലിക അധ്യക്ഷനെ കണ്ടെത്തിയതിനു ശേഷം വി.സി ഇല്ലാതെ ഒരു യോഗം ചേരുകയും ആ യോഗത്തിലാണ് ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത്. ഈ യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്ന പി ഹരികുമാറും ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഹരികുമാറിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകേണ്ട സമയവും അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ജോയിന്റ് രജിസ്ട്രാർ കൂടുതൽ ഈ സമയം അനുവദിക്കണം, വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവധി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകുകയാണെങ്കിൽ എന്ത് നടപടിയായിരിക്കും? താൽക്കാലിക വി.സി ആയ സിസ തോമസിന്റെ ചുമതല തീരുന്നതിന് മുമ്പ് തന്നെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അല്പം സമയത്തിനകം അതിലുള്ളൊരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകാർത്തിക.